ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. 6 വർഷമായി ഈ കുടുംബത്തോട് ഒരു ബന്ധം എനിക്കുണ്ട്. ഈ സഭാതലത്തിലൊരു ബന്ധമുണ്ട്. എന്നാലും ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ കടന്നു വരുവാനും പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മീറ്റിങ്ങിൽ അവരോടൊപ്പം നിങ്ങളോടൊപ്പം ആയിരിക്കാനൊരു അവസരം ദൈവം ഇടയാക്കിയത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും നമ്മൾ കേട്ടു. ദൈവം ഈ കുടുംബത്തെ മുന്നോട്ട് സഹായിക്കട്ടെ. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും പറഞ്ഞ പ്രാർത്ഥന വിഷയങ്ങളിലും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അവരോടൊപ്പം ചേർന്ന് മുട്ടിപ്പായിട്ട് ആ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയത്ത് വചന ധ്യാനത്തിനായിട്ട് നമുക്ക് സങ്കീർത്തനം 133 ആ ഭാഗം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 133 ഞാൻ പറയുമ്പോൾ ആ വാക്യങ്ങളൊന്ന് എടുത്ത് വായിച്ചാൽ മതി. ആകെ 3 വാക്യമേ ഉള്ളൂ. 120 സങ്കീർത്തനം മുതൽ 134 സങ്കീർത്തനം വരെ അറിയപ്പെടുന്നത് ആരോഹണ സങ്കീർത്തനങ്ങളായിട്ടാണ്. അതായത് സിയോൻ പർവ്വതത്തിലേക്ക്, അതായത് യെരുശലേമിലെ മന്ദിരത്തിലേക്ക് അവർ കയറി ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പാട്ട് പാടുന്ന പാട്ടുകളാണ് ഇതൊക്കെ. വർഷത്തിൽ 3 തവണയാണ് അവർ ഈ മന്ദിരത്തിലേക്ക് ഉത്സവങ്ങൾ ആചരിക്കുവാൻ പോകുന്നത്. അപ്പോൾ പാടുന്ന പാട്ടുകളാണ് ഇതെല്ലാം. അതിലൊരു പാട്ടാണ് ഇത്. പിൽക്കാലത്ത് ഇത് ആരെഴുതിയത്? ദാവീദല്ലേ എഴുതിയത്. 133 സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ ദാവീദല്ലേ എഴുതിയത്. ഓക്കെ. അപ്പോൾ ഭാവിയിൽ തൻ്റെ മകനായ ശലോമോൻ പണിയാൻ പോകുന്ന ആ ദേവാലയത്തിലേക്ക് ഈ ജനമെല്ലാം കയറി ചെല്ലുമ്പോൾ ഉള്ള ഒരു വിഭാവനയാണ് താൻ ചെയ്യുന്നത്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ അവർ പാടിക്കൊണ്ട് വേണം ചെല്ലാൻ. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനാണ് ഈ പാട്ട് എഴുതുന്നത്. ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ മന്ദിരത്തിലേക്ക് കയറി ചെല്ലുന്ന ആൾക്കാർ ദൈവത്തിൻ്റെ ഉടമ്പടി പ്രകാരമുള്ള ജനമാണ്. ദേ ആർ കവനന്റ് പീപ്പിൾ. അവരെ ദൈവം തന്നോടുകൂടി കൂട്ടിച്ചേർത്തവരാണ്. അപ്പോൾ ദൈവം തൻ്റെ ജനത്തെ തന്നോട് കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ആ ജനത്തോട് ദാവീദിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കാം. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകും. ഓക്കെ. അപ്പോൾ 1ാമത്തെ വാക്യത്തിൽ ചില നിരീക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ശുഭം, ഗുഡ്. ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ സങ്കീർത്തനക്കാരന് ഉചിതം അല്ലെങ്കിൽ ഫിറ്റിംഗ്, പ്രോപ്പർ എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ വരുന്നത്. മനോഹരം എന്ന് പറയുമ്പോൾ അവിടെ ആകർഷണീയമായിട്ടുള്ള എന്തോ ഒരു കാര്യം അവിടെ ഉണ്ട്. അപ്പോൾ ശുഭവും മനോഹരമായിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. മലയാളത്തിൽ ആ തർജ്ജിമ വളരെ നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. ഐക്യത്തിൽ എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ വരുന്നത്, ഇൻ യൂണിറ്റി. പക്ഷേ ഒത്തൊരുമിച്ചുള്ള വാസമാണ് സത്യം പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്താൽ കൂട്ടിയോജിപ്പിച്ച ജനം ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. കൂട്ടിയോജിപ്പിച്ചിരിക്കുന്ന ആ ഒരു പദപ്രയോഗം ഇവിടെ ദാവീദ് ഉപയോഗിക്കുമ്പോൾ വായനക്കാർക്ക് പെട്ടെന്ന് അവരുടെ മനസ്സ് പോകേണ്ടത് ഉൽപ്പത്തി 22:24 ആ വാക്യത്തിൽ. അതായത് ഒരു പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ആ ഒരു യൂണിറ്റിയാണ് നമ്മളിവിടെ കാണേണ്ടത്. ഈ ഒരു പാട്ട് ഇവർ പാടുമ്പോൾ ഈ വിഷയത്തെപ്പറ്റി കുറച്ചുകൂടി വ്യക്തത കിട്ടാൻ ദാവീദ് 2ാമത്തെ വാക്യത്തിലും 3ാമത്തെ വാക്യത്തിലും ചില ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിച്ചാണ് ആ കാര്യം പറയുന്നത്. അപ്പോൾ 2ാമത്തെ വാക്യം ഒന്ന് നോക്കാം. അത് വസ്ത്രത്തിന് വിളമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക് അഹരോന്റെ താഴിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും. ഓക്കെ, മതി. അപ്പോൾ ആദ്യത്തെ കമ്പാരിസൺ, ഒത്തൊരുമിച്ച് വസിക്കുന്നതിൻ്റെ കാര്യം കമ്പയർ ചെയ്യുന്നത് അഹരോൻ്റെ തലയിലേക്ക് ഒഴിക്കുന്ന ആ തൈലത്തിൻ്റെ സമമായിട്ടാണ്. നമ്മൾ ഇതിപ്പോൾ വായിക്കണമെന്നില്ല, പക്ഷേ ആ റെഫറൻസ് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മതി. പുറപ്പാട് പുസ്തകം 30ാമത്തെ അധ്യായത്തിൽ ആ തൈലം, അഭിഷേക തൈലം, അവിടെ എന്തൊക്കെയാണ് അതിൻ്റെ ചേരുവകളെന്നെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് അഹരോനിൻ്റെ തൻ്റെ പുത്രൻ്റെ മേലാണ് ഇത് പകർന്നു കൊടുക്കേണ്ടത്. അവരെ പുരോഹിതന്മാരായിട്ട് വേർതിരിക്കുമ്പോൾ അവരുടെ തലയിൽ ഇത് അഭിഷേകം ചെയ്യണം. ഇത് സാധാരണക്കാരിൽ ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ല. ഇത് പൗരോഹിത്യം ജോലി വഹിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു കാര്യം ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഓയിലിന് വളരെയധികം നല്ല മണമാണ് ഇതിനുള്ളത്. അപ്പോൾ ദാവീദ് ഇവിടെ എന്താണ് ഓർക്കുന്നത്?
അഹരോൻ്റെയും അല്ലെങ്കിൽ ദാവീദിൻ്റെ സമയത്തുള്ള ഏതെങ്കിലും ഒരു പുരോഹിതൻ മഹാപുരോഹിതനായിട്ട് വാഴുമ്പോൾ അല്ലെങ്കിൽ ജോലി തുടങ്ങുമ്പോൾ അയാളുടെ തലയിൽ കൂടി ഈ തൈലം ഒഴിക്കുമ്പോൾ ചുറ്റും പരക്കുന്ന ഒരു സൗരഭ്യ വാസന, ഒരു മണം അവിടെ ഉണ്ട്. അപ്പോൾ തലയിൽ കൂടി അത് ഒഴിക്കുമ്പോൾ അത് തലയിലേക്കും താടിയിലേക്കും പിന്നെ വസ്ത്രത്തിലേക്കും എല്ലാം ഇങ്ങനെ പകർന്നു. അത് പോകുന്നിടത്തെല്ലാം എന്ത് ചെയ്യുന്നു? ആ ഒരു മണം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദൃഷ്ടാന്തത്തിലൂടെ ദാവീദ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ദാവീദ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിൻ്റെ ജനം ഒത്തൊരുമിച്ച് സ്നേഹത്തിൽ വസിക്കുമ്പോൾ ആ വാസത്തിൻ്റെ എഫക്ട്സ് അവർ ഇടപെടുന്ന എല്ലാ മേഖലകളിലും അത് കാണും. അവരുടെ ഒത്തൊരുമ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും കാണും. അപ്പോൾ ഈ ഒരു ഒത്തൊരുമയാണ് ഇവർ ദൈവജനമാണ് എന്നുള്ളതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടയാളം. അതായത് അഹരോൻ്റെയും പുത്രൻ്റെയും വ്യത്യസ്തത മറ്റുള്ളവരിൽ നിന്നും കാണിക്കുന്നത് എന്ത് വസ്തുവാണ്? ഈ തൈലം. ഈ തൈലമാണ് അവരെ പൗരോഹിത്യത്തിലേക്ക് വ്യത്യസ്തരാക്കുന്നത്. എന്നതുപോലെ ഇവരുടെ ഒത്തൊരുമയാണ് ചുറ്റുമുള്ള ജാതികളിൽ നിന്നും ഇവരെ വ്യത്യാസമുള്ളവരാക്കുന്നത്, ഡിഫറൻ്റ് ആക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം, 3-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്റെ മഞ്ഞ് പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇവരുടെ ഒത്തൊരുമയുടെ രണ്ടാമത്തെ കമ്പാരിസൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. സിയോൻ പർവ്വതത്തിലേക്ക് പെയ്യുന്ന മഞ്ഞ് പോലെ. ഹെർമോൻ പർവ്വതം എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 9,000 അടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ്. ഏകദേശം 120 മൈൽ അകലെ നിന്നും കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. വർഷത്തിൽ 2/3 ഭാഗവും മഞ്ഞിനാൽ മൂടപ്പെടുന്ന ഒരു പ്രദേശമാണത്. ഓക്കെ, ആ മഞ്ഞ് ഉരുകി യോർദാൻ നദിയിലേക്കും ഗലിലി കടലിലേക്കും ഒഴുകുന്നത്. അപ്പോൾ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം. കാരണം പലസ്തീൻ ദേശം ഒരു വരണ്ട ദേശമാണ്. അവിടെ മുൻമഴയും പിന്മഴയും ഇതുപോലുള്ള മഞ്ഞ് വീഴ്ചയല്ലാതെ വെള്ളത്തിൻ്റെ സ്രോതസ്സ് അങ്ങനെ കാര്യമായിട്ട് ഇല്ല. വെള്ളത്തിൻ്റെ സ്രോതസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കൃഷി വളരത്തുള്ളൂ. നമുക്കുള്ള ഇത്രയും മഴ പോലെ അവിടെ ഒന്നും അതില്ലാത്തതുകൊണ്ട് ഇത് വന്നാലേ അവരുടെ നിലനിൽപ്പ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ദൈവം ഈ മഞ്ഞ് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? സോ ദാറ്റ് ഇസ്രായേൽ ഇസ് സസ്റ്റെയിൻഡ്, അവർക്കൊരു നിലനിൽപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കാരണം സിയോൻ പർവ്വതത്തിൽ നിന്നാണ് നിത്യജീവൻ്റെ വിളംബരം ഉണ്ടാകുന്നത്. ആ അനുഗ്രഹം സിയോനിൽ നിന്നാണ് പുറപ്പെടുന്നത്. അത് പിൽക്കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രദേശത്തിൽ നിന്നുമാണ് മശീഹയായ യേശു ഭൂമിയിലൊക്കെയും ഒരു അനുഗ്രഹപാത്രമായിട്ട് വരുന്നത്. എന്ന് വച്ചാൽ ഇസ്രായേൽ നീണ്ടകാലം ഒരു ദേശമായിട്ട് നിലനിൽക്കുവാനും അതിലൂടെ നിത്യജീവൻ്റെ അനുഗ്രഹം ക്രിസ്തുവിലൂടെ എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി പൂർത്തിയാക്കുവാനും ദൈവം ഇന്ന് അവർക്ക് എന്താണ് കൊടുക്കുന്നത്? മഴയും വെള്ളവും എല്ലാം കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കാര്യം എന്താണ് താൻ ഉദ്ദേശിക്കുന്നത്? ആ മഞ്ഞ് ഇവർക്ക് ഒരു നിലനിൽപ്പുണ്ടാക്കുന്നു. ഈ നിലനിൽപ്പ് പിൽക്കാലത്ത് മശീഹയുടെ വരവിൽ കലാശിക്കുന്നു. ആ മശീഹയുടെ വരവ് ലോകത്തിന് അനുഗ്രഹമാകുന്നു. ഈ ഒരു കണക്ഷനാണ് ഇവിടെ ദാവീദ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഈ മഞ്ഞിനോട് ഉപമിച്ചിരിക്കുകയാണ് എന്ത്? സഹോദരന്മാരുടെ ഒത്തൊരുമിച്ചുള്ള വാസം. അപ്പോൾ സഹോദരന്മാർ ഒത്തൊരുമിച്ചുള്ള വാസം ജാതികൾക്ക്, അതായത് ചുറ്റുമുള്ള ജാതികൾക്ക് ഒരു അനുഗ്രഹ പാത്രമായി മാറും. They will get an access, the pagans will get an access to the life evermore. വരാൻ പോകുന്ന നിത്യജീവനിലേക്കുള്ള ഒരു ദർശനം ജാതികൾക്കായിട്ട് കിട്ടുന്നത് ഇവരുടെ ഒത്തൊരുമയിലാണ്. അപ്പോൾ 3 വാക്യങ്ങളെ നമ്മൾ കണ്ടുള്ളൂ. ഇതിൽ നിന്നുമുള്ള ചില പാഠങ്ങൾ നമുക്ക് വേഗത്തിൽ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാം. ഒന്നാമതായിട്ട്, വർഷത്തിൽ 3 തവണ ഇവർ ഈ പാട്ട് പാടും ഉത്സവങ്ങളിലേക്ക് പോകുമ്പോൾ. ആ പാട്ട് പാടുമ്പോൾ അവർക്ക് തമ്മിലുള്ള അവരുടെ കർത്തവ്യത്തെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പാട്ട്. അതായത്
സ്നേഹത്തിലും ഐക്യത്തിലും അവർ ആയിരിക്കണമെന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ പാട്ട്. അവർ വർഷത്തിൽ 3 തവണ ഈ പാട്ട് പാടുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് 3 തവണ മാത്രം ഓർത്തിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ മറക്കാനുള്ളതല്ല ഈ പാട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു വസ്തുത വർഷത്തിൽ 3 തവണ മാത്രം ഓർക്കാനുള്ളതല്ല, വർഷം മുഴുവൻ ഓർക്കാനുള്ളതാണ്. എന്ന് വെച്ചാൽ ദ ഫെസ്റ്റീവ് ഗ്യാതറിങ്സ് ആൻഡ് ദ ഹാപ്പിനെസ്, ഇവിടെയുള്ള ഉത്സവത്തിൻ്റെ ഈ ഒരു കൂടിവരവും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സന്തോഷം, ഇത് ബാക്കിയുള്ള ദിവസങ്ങളിൽ, വർഷത്തിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓരോരോ അയൽ പ്രദേശത്തും ഓരോരോ യഹൂദന്മാരും വ്യക്തിപരമായിട്ട് അനുഭവിക്കുന്നതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കണം ഇവർ യെരുശലേമിൽ പോകുമ്പോൾ അനുഭവിക്കേണ്ടത്. അതായത് ഓരോ ഏരിയയിലും ഇവർ ഇങ്ങനെ ജീവിച്ച് പൊതുവായ സമൂഹം ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കണം ഉത്സവത്തിൽ നിന്നാണല്ലോ. അതായത് അതാത് പ്രാദേശിക സ്ഥലങ്ങളിൽ ഇസ്രായേൽ മക്കൾ അവരുടെ അയൽക്കാരെ അവരുടെ ആത്മീകമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളിലും സഹായിക്കണം. ഓക്കെ, അപ്പോൾ ഓരോരോ ഏരിയയിലും ഇവർ പേഴ്സണലായിട്ട് ഇത് ചെയ്യണം. ഇങ്ങനൊരു ബന്ധത്തിൽ ഇവർ വർഷം മുഴുവൻ ആനന്ദിക്കണം. പിന്നീട് രാജ്യം മുഴുവൻ ഉത്സവത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കണം അത്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഉത്സവത്തിൽ ഉള്ള ഇവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അത് ബാക്കിയുള്ള ദിവസങ്ങളിലുള്ള കൂട്ടായ്മയ്ക്ക് ബദലായിട്ടുള്ളൊരു കാര്യമല്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് വർഷത്തിൽ 3 തവണ മാത്രം ഇവരെ കണ്ടാൽ മതി, ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഈ ഐക്യം വേണ്ട എന്നുള്ള ചിന്തയല്ല. ഉത്സവത്തിൽ പോകുമ്പോഴുള്ള ഐക്യം ബാക്കിയുള്ള ദിവസത്തിൻ്റെ ബദലല്ല. ഇറ്റ്സ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട്, ഇറ്റ്സ് ആൻ എക്സ്റ്റൻഷൻ. അതാണ് നമ്മളും അറിയേണ്ടതായിട്ടുള്ള സത്യം. ഓക്കെ, പ്രത്യേകിച്ച് സഭാ കൂടിവരവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ കാര്യം വളരെ അറിയണം. പൊതുവായിട്ടുള്ള സഭാ വരവുകളും കൂടിച്ചേരുമ്പോഴുള്ള സന്തോഷവും അല്ലാത്ത ദിവസങ്ങളിലുള്ള നമ്മുടെ കൂട്ടായ്മയുടെ എക്സ്റ്റൻഷൻ ആയിരിക്കണം. എന്ന് വെച്ചാൽ മറ്റ് ദിവസങ്ങളിലും തമ്മിലുള്ള കൂട്ടായ്മ ഉണ്ടായിരിക്കണം എന്നുള്ളത് അർത്ഥം. അല്ലാതെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കണ്ടാൽ മതി, ബാക്കിയുള്ള ദിവസം കാണണ്ട എന്നുള്ള ചിന്തയിലല്ല. കാരണം ചില വ്യക്തികൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ആഴ്ചയിലുള്ള മീറ്റിംഗ്സ് അല്ലാതെ എനിക്ക് ഒരു കൂട്ടുവിശ്വാസിയോട് വലിയ ബന്ധമൊന്നും വേണ്ട, ആവശ്യമില്ല എന്നൊക്കെ പറയും. ചില സ്ഥലം സഭകളിൽ കൂടെയുള്ള വിശ്വാസികളുടെ പേര് പോലും അറിയാത്ത സഭകളുണ്ട്. വലിയ സഭകളിൽ അങ്ങനെ ഒരു മോശമായിട്ടുള്ളൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ചില വ്യക്തികൾ അവർ ഇന്ന സഭയിൽ പോകുന്നു എന്ന് അഹങ്കരിച്ച് പറയും, പക്ഷേ അവിടെ ഉള്ള എല്ലാവരുടെയും പേര് അവർക്ക് അറിയത്തില്ല. Some have no interactions with anyone from the church during the week. ആഴ്ചവട്ടത്തിന് മറ്റു ദിവസങ്ങളിൽ സഭാവിശ്വാസികളെ വേറെ എവിടെയും കാണുവാനുള്ള ഒരു ചിന്തയും ആർക്കുമില്ല, പക്ഷേ സഭായോഗങ്ങൾക്ക് വരും. See, our church gatherings are as strong as the level of fellowship we have with each other individually. നമ്മളുടെ സഭായോഗങ്ങളുടെ കൂട്ടായ്മയുടെ ശക്തി എങ്ങനെയാണ് നമുക്ക് അളക്കാൻ സാധിക്കുന്നത്? ഓരോ വിശ്വാസികൾക്കും വ്യക്തിപരമായിട്ടുള്ള നിലയിൽ എത്രത്തോളം കൂട്ടായ്മയുണ്ടോ അത്രയേ ഉള്ളൂ നമ്മളുടെ സഭയുടെ കൂട്ടായ്മയുടെ ശക്തി. ആരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, the test of a chain is seen in the weakest link of a chain. ഒരു ചങ്ങലയുടെ ശക്തി അറിയണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ബലഹീനമായിട്ടുള്ള കണ്ണിയെ നോക്കിയാൽ മതി. കാരണം ഒരു ചങ്ങല വലിക്കുമ്പോൾ ആദ്യം പൊട്ടുന്നത് ഏതാ? ഏറ്റവും ബലഹീനമായിട്ടുള്ള കണ്ണിയാണ് പൊട്ടുന്നത്. അതാണ് ആ ചങ്ങലയുടെ ശക്തി. ബാക്കിയുള്ള കണ്ണിക്കെല്ലാം ശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഏറ്റവും ബലഹീനമായിട്ടുള്ളതിന് ശക്തി ഉണ്ടോ ഇല്ലയോ. അപ്പോൾ എനിക്ക് എൻ്റെ സഭയിലുള്ള ഏതെങ്കിലും ഒരു വിശ്വാസിയോടുള്ള സ്നേഹബന്ധത്തിൻ്റെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ ശക്തി മാത്രമേ ഉള്ളൂ സഭയ്ക്ക് മൊത്തം. അത് നമ്മൾ എല്ലാവരും ഒരുപോലെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ചില വ്യക്തികൾക്ക് മാത്രമുള്ള ഒരു ചിന്തയാണ് അവൻ പാടില്ല ഇത്.
സോ ഡോണ്ട് നെഗ്ലക്റ്റ് വീക്ക്ലി ഇൻട്രാക്ഷൻസ്. അതുകൊണ്ട് സഭായോഗങ്ങളല്ലാതെ ബാക്കി സമയങ്ങളിൽ നിങ്ങൾ കൂട്ടുവിശ്വാസികളോട് ഇടപെടുന്നത് ഒഴിവാക്കാതെ ഇരിക്കണം. ഗോഡ് എക്സ്പെക്ട്സ് യു ടു ഗിവ് യുവർ ഫെലോഷിപ്പ് ടു ഫെലോ ബിലീവേഴ്സ്. നിങ്ങളുടെ കൂട്ടായ്മ കൂട്ടുവിശ്വാസികൾക്ക് കൊടുക്കണമെന്നുള്ളത് ദൈവം നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ ലെസൺ, ഓക്കെ, ഇറ്റ് ഈസ് ആപ്റ്റ് ആൻഡ് ഫിറ്റിംഗ്. ഇത് ഉചിതവും മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ത്? ദൈവത്താൽ കൂട്ടിയോജിപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടം ക്രിസ്തുവിൽ കരുതലോടെയും മ്യൂച്വൽ അക്കൗണ്ടബിലിറ്റിയോടെയും, അതായത് അന്യോന്യം ചോദ്യം ചെയ്യാൻ പറ്റുന്ന തലത്തിൽ ഒരു സമൂഹമായിട്ട് ജീവിക്കണം. അന്യോന്യം ആത്മികമായിട്ടുള്ളതും ഭൗമികമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാര്യം. അത് ഒരു ഓപ്ഷനായിട്ട്, ഒരു തിരഞ്ഞെടുപ്പായിട്ട് ദൈവം നമുക്ക് നൽകിയിട്ടില്ല. അതൊരു കൽപ്പനയായിട്ടാണ്. ഇറ്റ്സ് എ കമാൻഡ്. സോ വി ഹാവ് നോ ഓപ്ഷൻ ടു അവോയ്ഡ് ഇൻട്രാക്ടിങ് വിത്ത് ഫെലോ ബിലീവേഴ്സ്. കൂട്ടുവിശ്വാസികളോട് കൂട്ടായ്മ വേണ്ട എന്ന് പറയുന്ന ഒരു സാധ്യത നമുക്കിവിടെ ഇല്ല. അത് ഉണ്ടായേ തീരൂ. ഇനി മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത, ഒത്തൊരുമിച്ചുള്ള വാസത്തിലും ഐക്യത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ നാം ദൈവത്തിന് ജനമാണ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റിയോട് ഒപ്പം നിന്നാണ് ജീവിക്കുന്നത്. ഓക്കെ, അങ്ങനെ ജീവിക്കുമ്പോൾ നാം ഇടപെടുന്ന ഏത് മേഖലകളിലും നാം ഇടപെടുന്ന വ്യക്തികളോടും അതിൻ്റെ ഒരു എഫക്റ്റ് കാണാൻ സാധിക്കും. മറ്റുള്ളവർക്ക് വിശുദ്ധിയുടെയും കൂട്ടായ്മയുടെയും സൗരഭ്യം കാണുവാൻ സാധിക്കും. ഒരു സഭയിൽ എല്ലാ വിശ്വാസികളും ഒത്തൊരുമിച്ച് ഐക്യത്തോടെ ജീവിക്കുമ്പോൾ ആ സഭയിലേക്ക് പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് അത് അനുഭവിക്കാൻ സാധിക്കും. ക്യാൻ ബി ഫെൽറ്റ്. ഓക്കെ, നമ്മളുടെ ഐക്യം ദൈവം ഒരു മുഖാന്തരമാക്കി വെച്ചിരിക്കുകയാണ് ലോകത്തിന് വിശ്വാസമേകുവാൻ. അതായത് പിതാവ് യേശുവിനെ അയച്ചിരിക്കുന്നു എന്നുള്ളതും ലോകത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെയും തെളിവാണ് വിശ്വാസികൾ തമ്മിലുള്ള ഐക്യവും സ്നേഹവും. നമുക്ക് യോഹന്നൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതൽ 23-ാമത്തെ വാക്യം വരെ ഒന്ന് വായിക്കാം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 17 വേഴ്സ് 21 to 23. ജോൺസ് ഗോസ്പൽ 17 വേഴ്സ് 21 to 23. വായിച്ചാട്ടെ, ആരെങ്കിലും കിട്ടിയത്? നീ എന്നെ അയച്ചിരിക്കുന്നു, അതല്ലേ? അതെ. നീ എന്നെ അയച്ചിരിക്കുന്നെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവ് നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നെന്ന് ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരേണ്ടതോ ആകുന്നു. അപ്പോൾ ലോകം കർത്താവിൻ്റെ സത്യത്തെ അറിയണമെങ്കിൽ അതിനുള്ള മാധ്യമമാണ് വിശ്വാസികളുടെ ഐക്യം. പലപ്പോഴും നമ്മളുടെ മെസ്സേജിനെ നമ്മൾ തന്നെ അയോഗ്യമാക്കിക്കൊണ്ടിരിക്കുക. ഈ എന്താ പറയുക, ഉള്ളിലുള്ള ഈ പൊളിറ്റിക്സും ഉള്ളിലുള്ള ഈ പിണക്കവും അസൂയയും പിന്നെ ഐക്യമില്ലായ്മയും ഒക്കെ വരുമ്പോൾ നമ്മൾ പ്രസംഗിക്കുന്നത് യേശുവിനെയും ജീവിതം വേറൊരു ഡയറക്ഷനിലുമാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? പുതിയ വിശ്വാസികൾ ഒന്നും സഭയിലേക്ക് വരുന്നില്ല. നമ്മളുടെ കൂടിവരവിൽ അവർ ആകർഷിതരല്ല. കാരണം നമ്മളിൽ ഉണ്ടാവേണ്ട ഒരു സാമൂഹിക ജീവിതമുണ്ട്, പക്ഷെ അത് കാണുവാൻ അവർക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ഒരു കയ്യകലം വെച്ചിരിക്കുകയാണ് നമ്മളുടെ കൂടെ ഉള്ളവരോട്. പല സഭകളിലും കൂടെയുള്ള വിശ്വാസികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയുന്നത് തന്നെ ആ പ്രശ്നം മൂർധന്യ അവസ്ഥയിൽ എത്തുമ്പോഴാണ്. ശരിയല്ലേ? പലപ്പോഴും ഒരു കയ്യകലം, ഒരു പ്രൈവസി എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കയ്യകലം വെച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെപ്പറ്റി ഒരു ചിന്തയോ ഒരു കൺസേണോ ഇല്ലാത്ത ഒരു തലത്തിൽ ഒത്തിരി ബിസിയായിപ്പോയി നമ്മളെല്ലാവരും. നമ്മൾ കൂടിപ്പോയാൽ ഒരു കൂട്ടം എന്ന് പറയാം, വി ആർ എ ഗ്രൂപ്പ് അറ്റ് ബെസ്റ്റ്. പക്ഷേ നമ്മൾ ഒരിക്കലും അന്യോന്യം ആശ്രയിക്കുന്നവരായിട്ടല്ല, അല്ലെങ്കിൽ അന്യോന്യം ആവശ്യമുള്ളവരായിട്ടല്ല ജീവിക്കുന്നത്. വി ഫങ്ഷൻ ലൈക്ക് ഐലറ്റ്സ്. പലപ്പോഴും ദ്വീപുകളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ചില
സത്യാന്വേഷികൾ they have avoided visiting some assemblies. ചില കൂടിവരവുകളിൽ പോകുവാൻ അവർക്ക് താല്പര്യമില്ല. കാരണം അവർ പോയ ദിവസം അവിടെ ഭയങ്കര അടിയായിരുന്നു. എനിക്ക് അങ്ങനെയുള്ള ചില സംഭവങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ. രണ്ടാമതായിട്ട് മറ്റ് സത്യാന്വേഷികൾ അവർ സഭകളിൽ പിന്നെയും വരുവാൻ അവർക്ക് മടിയാണ്. കാരണം ആദ്യം വന്നപ്പോൾ അവരോട് സംസാരിക്കാനോ ഇടപെടുവാനോ സൗഹൃദം സ്ഥാപിക്കുവാനോ ആർക്കും നേരമില്ല. അതിനൊന്നും നേരമില്ല. അതുകൊണ്ട് തന്നെ ഒരു സാമൂഹിക ജീവിതം അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു സഭയുടെ ഐക്യം ഉണ്ടാവണമെങ്കിൽ അതിന് ഒരുപാട് പ്രയത്നം വേണം. ഓക്കെ. ഒരു സഭ ആ പ്രദേശത്ത് വളരണമെങ്കിൽ അതിൽ ഓരോ വ്യക്തികൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് ഐക്യം കൂട്ടി ഉറപ്പിക്കുന്നതിൻ്റെ കാര്യത്തിൽ. സോ ഇത്തരം തെറ്റുകൾ നമ്മൾ ആവർത്തിക്കാതിരിക്കുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. സോ കൺക്ലൂഷനായിട്ട് ഞാനിതാ പറയുന്നത്, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്, ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ തിങ് ടു സീ. നമുക്ക് ചുറ്റും ചിലപ്പോൾ കാണുന്നില്ല എന്ന് വരാം. പക്ഷേ അങ്ങനൊരു ദൃശ്യം എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു ദൃശ്യമാണ് കൂട്ടായ്മ എന്നുള്ളത്. സോ ക്യാൻ സമ്മൺ സേ ദാറ്റ് അബൌട്ട് യുവർ ചർച്ച് ആൻഡ് യു? ഒരു പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, അതും അല്ലെങ്കിൽ അകത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിങ്ങളുടെ സഭയെ പറ്റിയോ നിങ്ങളെ പറ്റിയോ ഇങ്ങനൊരു സൗന്ദര്യമുള്ള ഒരു കാര്യമായിട്ട് അവർക്കത് വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ക്യാൻ ദേ ഡിസ്ക്രൈബ് ദാറ്റ് അബൌട്ട് അസ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഈ 3 വാക്യങ്ങളിൽ ഒരുപാട് ചിന്തിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ദൈവം ഈ കാര്യത്തിൽ കുറച്ചുകൂടെ ഒരു ബോധ്യം വരുത്തുവാനും ഇതിനായിട്ട് കൂടുതൽ പ്രയത്നിക്കുവാനും ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നാമം മഹത്വപ്പെടുമാറാകട്ടെ.